ഈ വ്ളോഗിന് കുറച്ച് നീളം കൂടുതലാണ്. ഇത്ര സമയം നിങ്ങൾ കണ്ടിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ എന്തായാലും രാവിലെ അല്ല ഒരു 12 മണിക്ക് എണീച്ചിട്ട് നല്ലോണം കുളിരി കോരുന്നുണ്ട്. 4 ദിവസമായിട്ട് ഫുള്ള് മഴയാണ് ഗൈസ്. ആ പുതപ്പിൻ്റെ ഉള്ളിൽ നിന്ന് എണീക്കാനേ തോന്നില്ല. അങ്ങനെ ആദ്യം ഇങ്ങനെ എണീച്ച് വന്നപാടും ഗൈസ് ഫുള്ള് കരണ്ട് പോക്കാണ്. കരണ്ട് പോക്ക്. ഈ വണ്ടി കുത്തി വെച്ചിട്ട് ഇപ്പോൾ 4 ദിവസമായി ഫുള്ളായിട്ട് ചാർജ് ചെയ്തിട്ട് ഇന്നേ വരെ പറ്റിയിട്ടില്ല. ഉടക്കാത്ത പോക്കാണ്. KCB മറ്റേ ഫാനിട്ട് കളിക്കുന്ന പോലെ കരണ്ട് പോക്കുന്നത്. അങ്ങനെ നല്ല പൂരിയും മറ്റേ കടലക്കറിയും കൂട്ടി തിന്നുന്നുണ്ട് 12 മണിക്ക്. അപ്പൊ ഗൈസ് ഇന്നത്തെ നമ്മളെ പരിപാടി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എന്റെ മുടി ഞാൻ ഇന്ന് മൊത്തം ക്രീം ഇട്ട്, അതായത് ഹെയർ സ്ട്രൈറ്റനിങ് ക്രീം അത് ഇട്ട് ഞാൻ സ്ട്രൈറ്റ് ചെയ്യാൻ പോവാണ് ഗൈസ്. കാരണം ഇത് കണ്ട കുറേ ദിവസമായി എല്ലാ ടൈമും ഇങ്ങനെ ചുരുണ്ട് കിടക്കും മൊത്തത്തിൽ. മറ്റേ അയൺ വെച്ച് അയൺ ചെയ്താൽ ഇത് നേരെയാവും, പക്ഷേ എന്താ പറയാ ഇത് മൊത്തമായിട്ട് എനിക്ക് സ്ട്രൈറ്റ് ചെയ്ത് കിട്ടുന്നില്ല ഗൈസ്. സോ ഞാൻ വിചാരിച്ചു ഇനി ഹെയർ സ്ട്രൈറ്റനിങ് ക്രീം ഇട്ട് മൊത്തത്തിൽ അങ്ങ് സ്ട്രൈറ്റ് ചെയ്യാം. ഒന്നിക്ക കുളമാകും നമ്മളെ മറ്റേ സലീം കുമാറിനോട്ടാകും ആ കരണ്ട് പോയി ഗൈസ്. ഇതാണ് മോനെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. എനിക്ക് ഈ നാട്ടിൽ ജീവിക്കാൻ ഇഷ്ടമല്ലാത്തതിന്റെ ഏറ്റവും വലിയൊരു കാരണമാണ് ഈ കരണ്ട് പോക്ക്. ഇത് ഫിക്സ് ചെയ്താൽ മോനെ ഒരു കുഴപ്പമില്ല ഇവിടെ ജീവിക്കുന്നതിൽ. ഒട്ടേന് പിടിച്ചതിന് മഴ പെയ്യുന്നതിന് മുമ്പേ മഴയുടെ മാന്ന് കേൾക്കുമ്പോൾ തന്നെ കരണ്ട് പോകുന്നുണ്ട്. എന്താ ഈ അവസ്ഥ? അതിന്റെ ഇടയ്ക്ക് ഉമ്മ കുറെ ഗുൽമാലാക്കുന്നുണ്ട്. വെള്ളം വലിച്ചാണെന്നെല്ലാം പറഞ്ഞിട്ട് ഞാൻ കിണറ്റിലെ കണ്ടിട്ട് കുറെ കാലം. കിണറ്റിൽ നോക്കുമ്പോൾ ഇത് 36 വടയുള്ള കിണറാണ്. ഇതിന്റെ പകുതിയോളം വെള്ളം എന്ന് പറഞ്ഞിട്ട് 4 ദിവസം മഴ പെയ്തിട്ട് ഫുള്ള് വെള്ളമായി കിടക്കുക. നിങ്ങൾ എന്താ ഈ പറയുന്നേ? അങ്ങനെ വെള്ളമെല്ലാം വലിച്ചു കൊടുത്തിട്ട് ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ട് ഞാനിങ്ങനെ ആസ്വദിച്ച് കുടിക്കുന്നുണ്ട് പുറത്ത് വന്നിരുന്നിട്ട്. പക്ഷെ എനിക്ക് ഈ മഴയൊക്കെ പെയ്തിട്ട് ഇങ്ങനെ ഇരുണ്ട് കിടക്കുന്ന ഈ ഒരു സംഭവം ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ ഇരുണ്ട ഒരു വെളിച്ചില്ലാത്ത ടൈപ്പ് ഓഫ് എനിക്ക് ഈ ഒരു ടൈമിൽ കുറെ ഓർമ്മകൾ വിടരും, ഓർമ്മകൾ പൂത്തുലയും. നമ്മൾ ഈ പണ്ട് സ്കൂളൊക്കെ പഠിക്കുന്ന സമയത്ത് 4 മണിക്ക് സ്കൂൾ വിടുമ്പോൾ 4:45 ആകുമ്പോൾ ഒരു ക്ലൈമറ്റ് ഉണ്ട് ഇതേപോലെ മഴക്കാലത്ത്. അപ്പൊ ആ ഒരു സമയത്ത് ഒരു സന്തോഷമുണ്ട്, ഒരു കുളിരൊക്കെ ഉണ്ട്. അതൊക്കെ എനിക്ക് ഓർമ്മ വരുന്നത്. വേറെ ടൈപ്പ് ഓഫ് ഒരു മെമ്മറി. സ്കൂൾ വിടുന്ന സമയത്ത് ഒരു മഴക്കാറൊക്കെ വരുമ്പോൾ വേറെ തന്നെ സന്തോഷമാണ്. സ്കൂൾ വീടല്ലോ പൊരക്കത്തല്ലോ. ഇവിടെയൊക്കെ ഫുള്ള് വെള്ളമാണ് ഗൈസൊക്കെ ഊരി തലയടിച്ച് വീഴാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. നിങ്ങൾ ഈ ഒരു ക്ലൈമറ്റ് കണ്ടു, മൊത്തത്തിൽ ഒരു ഇരുണ്ട് കിടക്കുന്ന വെളിച്ചമില്ലാത്ത അടുത്ത മഴ വരാനുള്ള എല്ലാ ലക്ഷണങ്ങളും ഉണ്ട്. അപ്പോൾ നോക്കുമ്പോൾ ഗൈസ് നമ്മളൊരു പൂച്ച, പക്ഷെ ഇത് ഞാൻ മറ്റേ മെരിക്കിയ പൂച്ചയല്ല ഗൈസ്. ശരിക്കും ആ പൂച്ച 3 കുട്ടികളുണ്ട് ഗൈസ്. അതിൽ 2 അപ്പുറത്തെ പുരേന്റെ കണ്ടത്തിലും അതിൽ 1 ഇവിടെ വെച്ചിരിക്കുവാണ് ഗൈസ്. സോ ഇപ്പൊ എല്ലാം കൂട്ടി ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. ബിക്കോസ് ഈ പൂച്ചയല്ല ഞാൻ മെരിക്കിയ പൂച്ച, ഇത് വേറെ പൂച്ചയാണ്. പക്ഷെ ഈ പൂച്ചക്ക് എന്നെ ഭയങ്കര പേടിയാണ്. ഞാൻ അടുത്ത് പോകുമ്പോൾ തന്നെ കിടന്ന് ഓടുന്നുണ്ട്. മറ്റേ പൂച്ചക്ക് ഞാൻ ഫുഡൊക്കെ കൊടുത്ത് ചെറുപ്പത്തിലേ മെരിക്കായിരുന്നു, അതുകൊണ്ട് പിന്നെ അത്ര വയസ്സില്ല. ആ പൂച്ച ഇപ്പൊ വിളിച്ചാലൊക്കെ വരുന്നുണ്ട്. ഇത് കണ്ട ചെറിയ ഒച്ചയൊക്കെ തന്നെ പതറും, ഇങ്ങനെ പതറി പേടിച്ച് ഇങ്ങനെ അരണ്ടിരിക്കും. അങ്ങനെ ഞാൻ വീഡിയോ എടുത്തോണ്ടിരിക്കുമ്പോൾ 2 കുയിപ്പുകൾ കയറി വന്നിട്ട് ഇവർക്കല്ലെങ്കിൽ ജൂണിന് സ്കൂൾ തുറക്കുമ്പോൾ ഇതിനൊന്നും എനിക്ക് കാണേണ്ട ആവശ്യമില്ല. ഇതാണ്ട് ഇവർ ക്യാമറ ആണെങ്കിൽ എനിക്ക് കരട്ടളക്കും മോന്ത വെച്ച് എന്തെല്ലോ കളിക്കുന്നുണ്ട്, എന്തെല്ലോ പറഞ്ഞിട്ട് എന്തൊക്കെയൊക്കെയോ ആക്കുന്നത്. എന്താക്കുന്നത് ഓനിക്ക് പോലും അറിയത്തില്ല. ഓൻ്റെ മോന്ത ഓനിക്ക് ക്യാമറയിൽ കണ്ടുകഴിഞ്ഞാൽ അല്ല കണ്ണാടി കണ്ടുകഴിഞ്ഞാൽ ഓനിക്ക് ഇങ്ങനെ ഓരോന്ന് കാണിച്ചോണ്ടിരിക്കണം. ഞാൻ ഇതെങ്ങനെയൊക്കെ ഇന്ന് മുടി എങ്ങനെയല്ല സ്ട്രൈറ്റ് ചെയ്യുന്ന ആലോചിച്ചോണ്ടിരിക്കുന്നത്. കപ്പ് താഴത്തോണ്ടാച്ചു തന്ന കുടിച്ചോ. അതിൻ്റെ ഇടയ്ക്ക് നൈസായിട്ട് ഞാൻ എനിക്കൊരു പണി കൊടുക്കും. ഇതാണ് ഗൈസ് ഞാൻ പറഞ്ഞ പൂച്ച. ഈ പൂച്ചനെ കണ്ട കയറിപ്പോയ പൂച്ച, അതിനെയാണ് ഞാൻ മെരിക്കിയ പൂച്ച. മറ്റേ പൂച്ച എൻ്റെ പൂച്ചയല്ല ഗൈസ്, അത് മറ്റേ അപ്പുറം വളർന്ന പൂച്ചയാണ്. സോ അതിന് എന്നെ പേടിയാണ്. ഞാനിവിടെ കുറച്ച് സമയം ഇരുന്നതായിരുന്നു ഒന്ന് വൈബ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോഴത്തേക്ക് അടുത്ത മഴ പെയ്ത് ഗൈസ്. കാറ്റൊക്കെ കണ്ട ചെറുതായിട്ട് മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഇന്ന് പോയിട്ട് ആ ക്രീം മായ്ച്ചിട്ട് സ്ട്രൈറ്റ് ചെയ്യാന്ന് വിചാരിച്ചതാണ്. ഇനി എന്തായാലും മഴ ചോർന്നിട്ട് എനിക്ക് പുറത്ത് പോകാൻ പറ്റത്തുള്ളൂ. എൻ്റെ സുന്ദരനായ ഞാനിപ്പോൾ സുന്ദരനല്ല ഗൈസ്, ഒരുമാതിരി കോലത്തിലാണ് കിടക്കുന്നത്. ഞാനിപ്പോൾ സ്കിന്നും നോക്കില്ല, മുടിയും നോക്കില്ല, ഒരു തേങ്ങയും നോക്കില്ല, അങ്ങനെ നടപ്പാണ് ഫുൾ ടൈം. മഴ കുറച്ച് നേരം കണ്ടിരുന്നു, നോക്കുമ്പോൾ ഒടുക്കത്തെ മഴ. നിങ്ങൾ ഈ മഴ നോക്ക് ഗൈസ്. ഈ മഴയത്ത് പുറത്തു പോകാൻ പോയിട്ട് ഒരു പരിപാടി ചെയ്യാൻ തോന്നില്ല, നേരെ മറ്റേ പുഴപ്പും കൂടി കിടന്നുറങ്ങാൻ തോന്നുന്നു. അങ്ങനെ ഞാൻ എൻ്റെ റൂമിലേക്ക് തിരിച്ചു വന്നു ഗൈസ്. എൻ്റെ റൂമിൽ ഞാൻ കുറേ പുതിയ ഗാഡ്ജറ്റുകൾ വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് അത് ഓരോന്നോരോന്നായിട്ട് കാണിച്ചത്. ഇതൊക്കെ എൻ്റെ പുതിയ സാധനങ്ങളാണ്. ഫസ്റ്റ് നമുക്ക് ഗെയിമിംഗ് ചാനലിൽ ഈ പ്ലേ ബട്ടൺ കിട്ടിയിട്ടുണ്ട്, സിൽവർ. പക്ഷേ നിങ്ങൾ പണ്ട് പഴയ സിൽവർ ഇപ്പോഴത്തെ സിൽവർ നോക്കി എന്തോരം ചെറുതാ. യൂട്യൂബിലെ ദാരിദ്ര്യത്തിലായി ഗൈസ്, മൊത്തം ദാരിദ്ര്യത്തിലാണ്. അത് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഈ കുഞ്ഞി ഫാൻ ഇപ്പം മൊത്തം കറണ്ട് പോക്കാണല്ലോ. KCBക്ക് ഇപ്പം മാനസികമായത് കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് കറണ്ട് ഓഫാക്കിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് രാത്രി ചൂടെടുക്കുകയാണെങ്കിൽ ഈ ഫാൻ വാങ്ങിച്ചാൽ മതി. ഇത് ബാറ്ററി ഉള്ള ഫാനാണ്. ഏകദേശം 4 മണിക്കൂർ ഇത് കടന്ന് തിരി. ഇതിൽ 4 സ്പീഡ് ഉണ്ട്, 1 2 3 4 5. അത് കഴിഞ്ഞ ശേഷം നമുക്ക് ഇതിനൊരു സിങ് ഉണ്ട്, സിങ് എന്ന് പറഞ്ഞ സ്വിച്ച്. അത് ഞെക്കിക്കഴിഞ്ഞാൽ ഇത് സിങ് ആവും, അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. മറ്റേ അങ്ങനെ പരക്കത്തെ ഫാനൊക്കെ ഇല്ല, പച്ച കളറുള്ള വലിയ, അതുപോലെ തിരിയുന്ന പോലെ തിരിയുന്നുണ്ട്. ആകെ 1000 റുപ്യ അങ്ങനാറ്റേ ഉള്ളൂ, സോറി 800 റുപ്യ അങ്ങനാറ്റേ ഉള്ളൂ ഗൈസ്. ആർക്കും വേണം ഞാൻ ലിങ്ക് കൊടുക്കാം. പിന്നെ ഗൈസ് ഈ ഒരു സാധനം ഇതാണ്
ലൈറ്റ് കത്തുന്ന സാധനം. പക്ഷെ ഇത് ലൈറ്റ് കത്തലയിൽ പ്രാണി വന്നിട്ട് ഇതിൽ ചാവും ഷോക്ക് അടിച്ചിട്ട് ഗൈസ്. അപ്പോൾ കൊതുകിനൊക്കെ ഈസി ആയിട്ട് കൊല്ലാം. നൈറ്റ് കൊതുകില്ല, പക്ഷെ ഒരു പ്രാണി, ഒരു തരം പ്രത്യേകതരം പ്രാണി, ഉറുമ്പാണോ മറ്റേ കൊതുകാണോ തിരിയാത്ത ഒരു ടൈപ്പ് ഓഫ് പ്രാണി. അത് വന്നിട്ട് മൊത്തം രാത്രി മൊബൈലിൽ കളിക്കുന്ന സമയത്ത് അതുപോലെ തന്നെ കമ്പ്യൂട്ടറിൽ ഓണാക്കി കഴിഞ്ഞാൽ മോണിറ്ററിന്റെ മുന്നിലെല്ലാം വന്നിട്ട് ഫുള്ള് അടങ്ങാറാക്കുന്നു, അലമ്പാക്കുന്നു മൊത്തത്തിൽ. അപ്പോൾ അതിനെ കൊല്ലാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചാണ്. പിന്നെ ഗൈസ് ഇതാണ് എൻ്റെ പുതിയ മസാജർ. ഇതിങ്ങനെ തലയിൽ വെച്ചാൽ നല്ല പോലെ കുളിരി കോരും. എന്ത് സുഖം, എന്ത് രസം. ഇതെൻ്റെ പുതിയ മസാജ് കാറ്. ഇതിങ്ങനെ കൊണ്ട് വയറ്റിനൊക്കെ മസാജ് ചെയ്ത് ഇതിൽ വേറെ എവിടെയും കൊണ്ടുപോയിട്ട് മസാജ് ചെയ്യേണ്ട കേട്ടോ, അത്ര വലിയ നല്ലതല്ല, അതേ പറഞ്ഞേക്കാം. ഇതാണ് ഞാൻ പിന്നെ പുതിയ വായിച്ച IME ഹെഡ്സെറ്റ് ഗൈസ്. എൻ്റെ ഇപ്പോൾ ഗെയിമിംഗ് എക്സ്പീരിയൻസ്, ഗെയിമിംഗ് സൗണ്ട് എക്സ്പീരിയൻസ് ഒക്കെ കുറച്ചുകൂടി ബെറ്റർ ആക്കിയിട്ടുണ്ട്. ഈ ഒരു സാധനം, ഇങ്ങനെ ഒരു സാധനം ഉള്ള കാര്യം പോലും എനിക്ക് അറിയത്തില്ലായിരുന്നു. എനിക്ക് ആരോ പറഞ്ഞാൽ നേരം ഞാൻ ഇത് ഉപയോഗിച്ച് നോക്കുമ്പോൾ എനിക്കിത് ഇഷ്ടപ്പെട്ടു. ഇതാണ് എൻ്റെ പുതിയ മറ്റേ കൊതംകുത്തിയ മൈക്ക്. ഇതിപ്പോൾ കുഞ്ഞി സെക്കൻഡറി മൈക്കാണ് ഗൈസ്. അങ്ങനെ പിന്നെ ഞാൻ രണ്ടും കൽപ്പിച്ച് ഞാൻ കുപ്പായ എടുത്തിട്ട് ഗൈസ് ഞാൻ ആ ക്രീം വായിക്കാൻ പോകും. കാരണം എന്നും ലേറ്റ് ആക്കി കഴിഞ്ഞാൽ നൈറ്റ് ആകും, പിന്നെ എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല. നോക്കുമ്പോൾ ഏകദേശം മഴയൊക്കെ കുറഞ്ഞായിരുന്നു, പക്ഷെ അടുത്ത മഴ വരാനുള്ള എല്ലാ ലക്ഷണങ്ങളും കാണുന്നുണ്ട്. നിങ്ങൾ കണ്ട മഴക്കാർ കണ്ടോ, വെയിൽ വരുന്നേ ഇല്ല. ഇനി ഞാൻ ഒരേ മൈൻഡ്, മഴ കൊണ്ടാലും സാരമില്ല, മഴക്കോട്ടിട്ട് പോകുന്നു, സാധനം വാങ്ങുന്നു, വരുന്നു, നമ്മൾ മുടി സ്ട്രൈറ്റ് ചെയ്യുന്നു. ഓക്കെ, എന്തായാലും ഈ ചുരുണ്ട് കിടക്കുന്ന മുടി എനിക്ക് ഇങ്ങനെ കണ്ണാടിയിൽ നോക്കുമ്പോൾ എന്താ അറിയത്തില്ല, ഒരുമാതിരി ദേഷ്യം പിടിക്കണം ഗൈസ്. സോ എനിക്കിത് എങ്ങനെയാണെങ്കിലും ഒന്ന് ലെവലാക്കി എടുക്കണം. എന്നെ കൊണ്ട് എല്ലാ ദിവസവും മറ്റേ അയൺ സ്ട്രൈറ്റ് ചെയ്യാൻ വയ്യ. ഇതാകുമ്പോൾ ക്രീം ഇട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 4-5 മാസം പിന്നെ നമുക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതിന് വേണ്ടിയിട്ട് ഞാൻ പിന്നെ ചെയ്യാന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ പിന്നെ ക്രീം വാങ്ങിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചാൽ എൻ്റെ വണ്ടിയിൽ ബാറ്ററി ഉണ്ടോ എന്നാണ് സംശയം. സോറി, ബാറ്ററി അല്ല, ചാർജ്. 23 കിലോമീറ്റർ പോകാൻ പറ്റത്തുള്ളൂ. പിന്നെ നമ്മൾ പള്ളൂരിൽ പോയിട്ട് വാങ്ങാമെന്ന് വിചാരിക്കുന്നു കഴിച്ച്. ഞാൻ സാധാരണ ക്രീം തലശ്ശേരി നിന്നാണ് വാങ്ങിക്കല്. പള്ളൂർ എവിടെ കിട്ടുമെന്ന് എനിക്ക് അറിയത്തില്ല. ഞാനെന്തായാലും നല്ല ചുവന്ന മറ്റേ മീൻകാരിടുന്ന മറ്റേ മയക്കോട്ടെല്ലാം ഇട്ടിട്ട് പോകുന്നുണ്ട്. മറ്റേ മീൻകാരാണ് ഇമാതിരി മയക്കോട്ട് ഇടുക. ഇതാണ് ഗൈസ് നമ്മളെ 160 രൂപയുടെ മയക്കോട്ട്. ഇതാണല്ലോ ഇപ്പോഴത്തെ ട്രെൻഡ്. ഈ ചുവന്ന മയക്കോട്ട് ഇട്ടിട്ട് ഞാൻ സാധനം എവിടെയെല്ലാം തപ്പാൻ പോകണം. എവിടെ നിന്ന് കിട്ടിയാൽ മതിയായിരുന്നു ഗൈസ്. അല്ലെ തലശ്ശേരിലൊന്നും പോകാൻ കഴിയത്തില്ല. അങ്ങനെ 2-3 പീടിയ കയറിയിട്ട് എനിക്ക് കിട്ടിയ ലാസ്റ്റ് ഒരു പീടിയിൽ നിന്ന് ഞാൻ വാങ്ങിച്ച് അന്ന് സ്ട്രൈറ്റ് ചെയ്ത സെയിം സാധനം എനിക്ക് കിട്ടി ഗൈസ്. ഇതാണ് എനിക്ക് വേണ്ടത്. മറ്റേക്ക് മയക്കാരെല്ലാം വന്നു പോകാൻ ഇപ്പം പോയിക്കില്ലെങ്കിൽ നനഞ്ഞ് കുളിച്ച് പിന്നെ പണ്ടാരടങ്ങും. എൻ്റെ ക്രീമെല്ലാം കൂട്ടിയിട്ട് നടുറോട്ടിൽ നിന്ന് തേക്കേണ്ടി വരും. അപ്പോഴത്തേക്ക് ഞാൻ പീടിയിൽ വന്നിട്ട് പിള്ളമാർക്ക് വേണ്ടിയിട്ട് 2 റോട്ടിയോ ആ ഒരു മുട്ടായി വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഓടി വരുന്നുണ്ട്. ഇവർക്ക് ഉച്ചക്കത്തെ ചോറൊന്നും തിന്നാൻ വലിയ താല്പര്യമില്ല. ഇങ്ങനത്തെ എല്ലാം തിന്നാൻ ഭയങ്കര ഇഷ്ടമാണ്. ചോറ് കൊടുത്താൽ വേണ്ട പറയും, മുട്ടായി തിന്നാൻ നല്ല ഉഷാർ. വെച്ചിട്ട് രണ്ടാളിയോ തരൂല, ഇതെന്റെതാ, അതെല്ലാം എന്റെതാ. അങ്ങനെ ഒരു പൊട്ടനെ ഞാൻ ലേസ് കൊടുത്തത് പൊളിക്കാൻ വേണ്ടി കളിക്കുന്നുണ്ട്. പല്ല് പൊരിയും തോന്നുന്നുണ്ട്. പല്ല് പൊരിഞ്ഞു പോടാ, ഞാൻ പൊരിച്ചത് ഇങ്ങോട്ട് വാ. ഗൈസ്, ഞാൻ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ മൂഞ്ചി പോകുന്ന സാഹചര്യമാണ് ഈ ഒരു സിറ്റുവേഷൻ. ഇത് കണ്ട പാക്കറ്റിന്റെ മൊഞ്ചി കണ്ടിട്ട് ഞാൻ ഇതേപോലെ സാധനം വാങ്ങിക്കും. ഞാൻ ഫ്രൂട്ടിയാന്ന് വെച്ചിട്ട് വാങ്ങിച്ചതാണ്. നോക്കുമ്പോൾ ഇത് ലസ്സിയാണ് ഗൈസ്. മറ്റേ സ്പൂഷിന്റെ ചോക്ലേറ്റ് സാധനമാണെന്ന് വെച്ചിട്ട് വാങ്ങിച്ച ലസ്സിയായി. ഇതാണെങ്കിൽ ഒരുമാതിരി വൃത്തിയായിട്ട ടേസ്റ്റ് എനിക്കാണ് ഇറങ്ങുന്നില്ല. ഞാൻ ഇങ്ങനെ ഓരോ സമയത്ത് ഇങ്ങനെ മൂഞ്ചാറുണ്ട്. നിങ്ങൾ ഇതേപോലെ മൂഞ്ചാറുണ്ട് ഗൈസ്? പാക്കറ്റ് നോക്കിയിട്ട് പേര് വായിക്കണ്ട് സാധനം വായിച്ചിട്ട് ഇങ്ങനെ കുടിച്ചിട്ട് മൂഞ്ചിരിക്കുന്ന ടേസ്റ്റ് ഒട്ടും കൊള്ളത്തില്ല എന്ന് പറഞ്ഞാൽ ഒട്ടും കൊള്ളത്തില്ല. പക്ഷെ കുറച്ച് സമയമായിട്ട് ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചെറിയൊരു ടേസ്റ്റ് വരുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. പക്ഷെ എന്നാലും കൊള്ളത്തില്ല. അങ്ങനെ നമ്മൾ 3 പേരും തങ്കും മങ്ങും ചങ്കുനെ പോലെ ഉച്ചക്ക് ചോറൊന്നും വെക്കാണ്ട് ഇതെല്ലാം തിന്നുന്നുണ്ട്. ഇത് കുലുക്കി കുടിക്കണമെന്നാണ് അതിൻ്റെ ബാക്കിൽ എഴുതിയിട്ടുള്ളത് ഗൈസ്. ഇത് കുടിക്കുന്നതിന് മുമ്പ് അടുത്ത മഴ പെയ്തിട്ടുണ്ട് ഗൈസ്, ഒടുക്കത്തെ മഴ. ഭാഗ്യത്തിന് ഞാൻ അവിടെ നിന്ന് സാധനം വാങ്ങിച്ച സമയത്ത് മഴ പെയ്തില്ല, ഇവിടെ എത്തിയിട്ടാണ് പെയ്തത്. അതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ ഞാൻ ഫുള്ള് നനഞ്ഞ് ഇപ്പം സമയം 4 മണിയായി ഗൈസ്. ഇത് ചെയ്യണമെങ്കിൽ ഏകദേശം ഒരു 3 മണിക്കൂറെങ്കിലും ആവശ്യമുണ്ട്. പക്ഷേ മൊത്തം കറണ്ട് പോയി കിടക്കുന്നത് കൊണ്ട് ഇത് ചെയ്യാൻ പറ്റത്തില്ല ഗൈസ്. ഫുള്ള് ട്രാപ്പായി കിടക്കുവാണ്.
ഇനി ഗൈസ് നമ്മൾ എന്തായാലും വെറുതെ ഇരിക്കുമല്ലോ, ഒരു തോണിയൊക്കെ ഉണ്ടാക്കിയ മഴയൊക്കെ പെയ്യല്ലേ, ഇതെല്ലാം ഓർമ്മകളാണ്, ഓർമ്മകൾ. ഞാൻ 2-3 തോണി, ഒന്ന് എൻ്റെ ആ ചെറുതെൻ്റെ, ബാക്കി 2 ഇവന്മാരതാണ്. അന്നേരം ഓക്ക് അരട്ടിളകിയിട്ടാണോന്ന് അറിയത്തില്ല, ഓളെ തോണിയിൽ വെള്ളം കയറി ഓള് തോറ്റുപോയി എന്ന് പറഞ്ഞപ്പോൾ ഓക്ക് സഹിക്കാൻ പറ്റില്ല. ഓളെ തോണി എടുത്ത് അതിലുള്ള വെള്ളമൊക്കെ കളഞ്ഞിട്ടില്ലേ, അവൾ എൻ്റെ തോണി അത് മുങ്ങാണ്ടിരിക്കുന്ന കണ്ടിട്ടുള്ള അസൂയ കൊണ്ട് അവൾ അത് എടുത്തിട്ട് ചൊരട്ടിക്കൂട്ടി ചാടി. ഗൈസ് എന്ത് ക്രൂരച്ചയാണ് ഇവൾ. ഞാൻ കുഞ്ഞി തോണിയിട്ട് അതിസാഹസികമായ അവിടെ വെള്ളത്തിൽ മുങ്ങാതെ വിജയിച്ചു കൊണ്ടിരിക്കുന്ന അവൾക്ക് സഹിച്ചില്ല. അതുകൊണ്ട് എൻ്റെ തോണി എടുത്ത് അവൾ ചുരുട്ടിക്കൂട്ടി ചാടിക്കളഞ്ഞു. അതായിട്ട് മറ്റോ ഞാൻ ജയിച്ചെന്ന് പറഞ്ഞിട്ട് മുമ്പത്തെ തോണി എടുത്ത് അവിടെ ഇട്ടേരം അത് ഓള് ചുരുട്ടിക്കൂട്ടി ചാടിക്കളഞ്ഞു. അവളെ എല്ലാവരുടെ തോണിയും പിടിച്ചു മാറ്റി ചുരുട്ടിക്കൂട്ടി ചാടിക്കളഞ്ഞു. ഇവൾ ഒരു തരം ക്രൂരച്ചയാണ്, ഒരു ക്രൂര മനസ്സുള്ളത്. തല മസാജ് ചെയ്ത് അടുത്ത സാധനം വാങ്ങിച്ചത്, എന്നിട്ട് വേറെ സാധനം ഉണ്ട് വണ്ടിയിൽ, അതിനകത്ത് തരും. നല്ല മസാജ് ചെയ്യോ, തല മസാജ് ചെയ്യോ ഇല്ലയോ എന്നാ ചെയ്യണ്ട പോലും. ഞാൻ അതാനിക്ക് കൊടുത്തോളൂ, ഞാൻ അതാനും കൊടുത്തോളൂ, എനിക്ക് തരുന്നില്ല. കറണ്ട് പോയതുകൊണ്ട് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഉമ്മാരെ കൊണ്ട് മസാജ് ചെയ്യിപ്പിച്ചാലോ എന്ന് ഇങ്ങനെ നോക്കുവാണ്. ഇനി ഞാൻ ചോറ് വെച്ച് ഏകദേശം 5 മണി അങ്ങനെ ആയിട്ടായി ഞാൻ ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ട്. ചോറ് വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവർക്ക് ഇനി ജൂണിൽ സ്കൂളൊക്കെ തുറക്കാതെ അന്നേരം ഇവരെ ബാർബിയുടെ ബാഗും മറ്റോനിക്ക് ഡോറേമോന്റെ ബാഗും എല്ലാവർക്കും ബാഗും കൂറും എനിക്ക് കുറെ മറ്റേ എന്താ പറയാ പൊതി ഇട്ട് കൊടുക്കണം, സ്റ്റിക്കർ ഒട്ടിച്ച് കൊടുക്കണം, എന്തെല്ലാം പരിപാടി ഉണ്ട് മോനെ. സത്യം പറയാം ഇതെല്ലാം ഒരു രസമാണ്, എനിക്ക് ഇതൊക്കെ ഓർമ്മ വരുന്നുണ്ട്. പക്ഷെ എനിക്ക് സ്കൂളിൽ പോകാൻ താല്പര്യമില്ല. ചോറും ചായയും ഒപ്പരാണ്, ചായയും ചായക്കടിക്ക് വന്നിട്ടുണ്ട്. ഞാൻ തിരിച്ച് റൂമിൽ വന്നോക്കും ഗൈസ്, ഉള്ളി ഇരുട്ട് ഗൈസ്. ഇന്ന് ഇനി ആ പരിപാടിയെ നടക്കത്തില്ല, കറണ്ടാണ് വന്നിട്ടില്ല. ഏകദേശം രാത്രി 9-10 മണിയായി ഗൈസ്, കറണ്ട് വന്നിട്ടില്ല ഗൈസ്. അതുകൊണ്ട് ഉമ്മ പറഞ്ഞ് എന്തായാലും ഇന്ന് കുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് പോയിട്ട് എൻ്റെ KFC മായിച്ചു. അങ്ങനെ KFC ഒക്കെ മായിച്ചിട്ട് എല്ലാവരും കൂടി തിന്നിട്ട് ബാക്കി എല്ലും കോട്ടൊക്കെ ഞാൻ ഇവർക്ക് കൊടുത്തിട്ട് ഇവർ തിന്നു നോക്കി കരമുര പറഞ്ഞിട്ട് അങ്ങനെ ആ കുട്ടി പൂച്ച ആദ്യമായിട്ട് KFC തിന്ന് ഗൈസ്. ഇത്രയും ചെറുപ്പത്തിൽ KFC തിന്നാൻ കിട്ടിയ ഭാഗ്യം നോക്കിയേ, ആ ഒരു സന്തോഷം അവനക്ക് കാണുന്നുണ്ട്. ചെറിയ വായാണെങ്കിലും വലിയ കുണ്ടിയാന്ന് തോന്നുന്നുണ്ട്, ബിക്കോസ് നല്ല പോലെ തിന്നുന്നുണ്ട്. ഒരു കുണ്ടിയല്ല ഉദ്ദേശിച്ച ആമാശയം, അവൻ്റെ ആമാശയത്തിൽ കൊള്ളുന്നതിന് അത്രയും അവൻ തിന്നുന്നുണ്ട്. മറ്റേ പൂച്ച പേടിച്ചിട്ട് വരുന്നില്ല ഗൈസ്. ഇവനെ ഞാൻ വിളിച്ചപ്പോൾ തന്നെ ഓടി വന്നായിരുന്നു ഈ കുട്ടിപ്പൂച്ച. അങ്ങനെ ഗൈസ് 10-11 മണിയായിട്ടും കറണ്ട് വരാണ്ട് ഞാൻ കിടന്നുറങ്ങി. ഇത് പിറ്റേ ദിവസം. ഇനിയാണ് നമ്മളെ പരിപാടി തുടങ്ങുന്നത് ഗൈസ്. ഞാൻ തലയൊക്കെ നല്ല പോലെ വാഷ് ചെയ്തിട്ടുണ്ട്, കാരണം ഈ സ്ട്രെയിറ്റ് ചെയ്യുന്നതിൻ്റെ മുമ്പായിട്ട് തല വാഷ് ചെയ്ത് തലയിലുള്ള ചെറിയ ഓയിലി പോലത്തെ സംഭവം ഉണ്ട്, അതൊക്കെ മൊത്തം ഇതാക്കിയിട്ട് ഫുള്ള് ഡ്രൈ ആക്കണം. സോ നല്ല ഷാമ്പ് കെട്ടി ഇതേപോലെ നല്ല പോലെ തല വാഷ് ആക്കണം ഫസ്റ്റ്. എന്നിട്ട് ഇത് മൊത്തം തോത്തി അതിൽ ഒരു തുള്ളി വെള്ളം പോലും ഉണ്ടാകാൻ പാടില്ല. ഇപ്പം നോക്കി, ഇപ്പം കുറച്ച് നല്ല നീറ്റിൽ കിടക്കുന്നുണ്ട്. പക്ഷെ ഇതേപോലെ എല്ലാ ടൈമും കിടക്കത്തില്ല ഗൈസ്. ഉണങ്ങിക്കഴിഞ്ഞാൽ ഇതൊക്കെ ചുരുണ്ട് കിടക്കും. അത് എന്തുകൊണ്ടാന്ന് എനിക്കറിയത്തില്ല. എൻ്റെ മുടി ആദ്യമൊക്കെ നല്ല സ്മൂത്തായി കിടക്കുമായിരുന്നു, ഇപ്പോൾ ഫുള്ള് ചുരുണ്ട് കിടക്കും. ഞാൻ പുതിയ ഈ ഒരു ബ്രഷ് വാങ്ങിച്ചിട്ടുണ്ട് ഗൈസ്, നല്ല ഒരു ഉപയോഗമുണ്ട്. പിന്നെ ഗൈസ് എനിക്ക് ഹെയർ സ്ട്രൈറ്റനിലുള്ള ത്വര വന്നത് ഗൈസ്, ഇതാണ് എൻ്റെ ഓൾഡ് മുടി. ഞാൻ ഹെയർ റേറ്റ് ചെയ്ത സമയത്തുള്ള ഗൈസ് എനിക്ക് ഇത് ഭയങ്കരമായിട്ട് മിസ് ചെയ്തു, ഈ ഒരു ഹെയർ സ്റ്റൈൽ. എനിക്കിത് റീക്രിയേറ്റ് ചെയ്യണം എന്ന് തോന്നി, എനിക്കിത് തിരിച്ച് കൊണ്ടുവരണം എന്ന് തോന്നി. എൻ്റെ ഈ മുടി എനിക്ക് വളരെയധികം മിസ് ചെയ്തു. എനിക്ക് കണ്ടപ്പോൾ വാവ് എന്ന് തോന്നത്തില്ല, എനിക്ക് അങ്ങനെ തോന്നി. ഈ ഒരു സാധനം കണ്ട ഗൈസ്, ഇത് മുടി ഉണക്കുന്ന സാധനമാണ്, അതിൻ്റെ ഒപ്പം തന്നെ ബ്രഷ് ഉണ്ട്. സോ ഇത് നല്ലപോലെ മുടി ഉണക്കാനും പറ്റും. ഈ ഒരു അതിൽ ചൂട് കാറ്റാണ് വരുന്നത് ഗൈസ്. ആ ചൂട് കാറ്റും കൊണ്ട് നമുക്ക് മുടി ചെറുതായിട്ട് സ്ട്രെയിറ്റും ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും മംഗലത്തിനോ അല്ല മൊയിലാഞ്ചിക്കെല്ലാം പോവുകയാണെങ്കിൽ ഈ ഒരു സാധനം വെച്ച് ജസ്റ്റ് ഒന്ന് തല ചൂടാക്കി ഇതാക്കിയാൽ തന്നെ മുടി മൊത്തത്തിൽ ഒന്ന് സ്ട്രെയിറ്റ് ആയി വരുന്നത് കാണാൻ പറ്റും. ഞാൻ നിങ്ങൾക്ക് അതൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഇതിൻ്റെയൊക്കെ ലിങ്കും കുങ്കെല്ലാം ആണെങ്കിൽ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ അവിടെ അവിടെയൊക്കെ എല്ലാം അറ്റാച്ച് ചെയ്ത് തരാം, നിങ്ങൾക്ക് ആണെങ്കിൽ വായിച്ചോ. അങ്ങനെ പിന്നെ ഞാൻ ഇതെല്ലാം വെച്ചിട്ട് ഇങ്ങനെ നല്ലപോലെ വാരുന്നുണ്ട്, ഫുള്ളായിട്ട് വാരിയിട്ട് മുടിയിലെ വെള്ളമെല്ലാം പറ്റിക്കണം. എന്നിട്ട് നമുക്ക് ഇനി ക്രീമെല്ലാം തേക്കാം. ഞാൻ പിന്നെ ഇനി 4X ഇട്ടിട്ട് വീഡിയോ ബാക്കി കാണിച്ചു തരാം നിങ്ങൾക്ക് ഇനി എന്തെല്ലാം ചെയ്യുന്നതെന്ന്. ഗൈസ് ഫൈനലി ഞാൻ മുടി മൊത്തത്തിൽ ഉണക്കിയിട്ടുണ്ട്. ഇപ്പം കണ്ട നല്ല സ്ട്രെയിറ്റ് ആയി കിടക്കുന്നത്, അത് ഞാൻ നല്ല ഹീറ്റുള്ള ആ ബ്രഷ് വെച്ച് വാരിയത് കൊണ്ടാണ് ഗൈസ് ഇത്രയും സ്ട്രെയിറ്റ് ആയി കിടക്കുന്നത്. ഏകദേശം എനിക്ക് ഇതുപോലെയാണ് നിൽക്കേണ്ടത് മുടി, പക്ഷേ ഇത് കുറച്ചും കൂടി ചുരുണ്ടിട്ടാണ് ഉള്ളത് പല സ്ഥലത്തും. കാരണം അതിൽ അടിയിൽ വരുന്ന കർവ് ഓക്കെ, ബട്ട് അതിൻ്റെ മണ്ടക്കൊക്കെ കുറച്ച് ചുരുണ്ട് കിടക്കുന്നത്, അത് ബോറിംഗ് ആയിട്ട് തോന്നി. പിന്നെ എനിക്ക് മുടി സ്ട്രെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ കണ്ണി കുത്തും ഗൈസ് ഈ മുടി. എനിക്ക് പിന്നെ കണ്ണ് ചോർച്ചല്ല, ഫുള്ള് കണ്ണ് ചോർച്ചല്ല. ആ ഒരു കർവ് ഉണ്ട്, അതെന്നാലും ഓക്കെ, ബട്ട് അതിന് മുമ്പേ എനിക്ക് കുറച്ച് സ്ട്രെയിറ്റ് ആയിട്ട് കിട്ടണം
കിട്ടണമെന്നുണ്ട് ഗൈസ്. എന്നാലേ എനിക്ക് ആ ഒരു എൻ്റെ പഴയ ഔട്ട്പുട്ട് എനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ സ്ട്രെയിറ്റ് ചെയ്യുന്നതിന് കുറച്ച് രീതികളൊക്കെ ഉണ്ട്, എൻ്റെതായ കുറച്ച് രീതികൾ മെത്തേഡും. കാരണം അതിൽ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മളെ സലീം കുമാറിനെ പോലെ ആവും ഗൈസ്, ഉറപ്പാണ്. അപ്പോൾ ഗൈസ് നമ്മൾ ഇനി ബാക്കി പരിപാടിയിലേക്ക് പോകാം. ഇതിന് ഇനി മുടി സ്ട്രെയിറ്റ് ചെയ്യാൻ കുറച്ച് സാധന സാമഗ്രികൾ ആവശ്യമുണ്ട്. അത് ഈ ബാൻഡ്, അത് എന്ത് ബാൻഡായാലും സാരിയില്ല, നിങ്ങളെടുത്ത് തലയിൽ ഇതേപോലെ ഇട്ട് വെക്കണം. കാരണം നിങ്ങൾക്ക് ഇതിൽ പെയിന്റ് അടിക്കാനുള്ളതാണ്. പിന്നെ ഇങ്ങനെ ഒരു കപ്പു, പിന്നെ ഒരു പല്ലേക്കുന്ന ബ്രഷ് അല്ല, സോറി, അത് മറ്റേ മുടി ചൂതുന്ന ബ്രഷ്, പിന്നെ ഇത് തേക്കുന്ന ബ്രഷ്. ഇതിനെ കൊണ്ടാണ് പെയിന്റ് അടിക്കേണ്ടത്. മൊത്തത്തിൽ പെയിന്റ് അല്ല, മറ്റേ ക്രീം തേക്കേണ്ടത്. ക്രീം തേച്ചാൽ മാത്രമേ ഈ മുടി സ്ട്രെയിറ്റ് ആവത്തുള്ളൂ. ഇനി നമുക്ക് ഈ ഒരു സുനാപ്പി അൺബോക്സിങ് ചെയ്യാം. ഈ ഒരു പേസ്റ്റ് പോലത്തെ സാധനം അൺബോക്സിങ് ചെയ്ത് ഇതിൻ്റെ ഉള്ളിൽ ഒരു ട്യൂബ് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് 2 എക്സ്ട്രാ ഈ ഒരു ക്രീമാണ് ഗൈസ്. ഫസ്റ്റ് ക്രീം ഇട്ടതിന് ശേഷം ഇടേണ്ട ക്രീം 2 ഇടണ്ട, അതിൽ 1 ഇട്ടാൽ മതി. 2 പാക്കറ്റ് കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. ഈ ക്രീം മൊത്തം ഒന്നും ഞാൻ തലയിൽ തേക്കത്തില്ല ഗൈസ്, ഇതിലാകെ എനിക്ക് കുറച്ച് ആവശ്യമുള്ളൂ. ബിക്കോസ് സർക്കാർ മുടിയൊന്നും എനിക്ക് ഇല്ലല്ലോ. അത്യാവശ്യം വേണ്ട ക്രീം ഞാൻ എടുക്കുന്നുണ്ട്. ഇതിന്റെ ബാക്കിൽ തന്നെ ഈ മുടി തുറക്കേണ്ട സാധനങ്ങളെല്ലാം ഉണ്ട്, എല്ലാം കുത്തി തുറക്കുന്നുണ്ട്. ഞാൻ ഇങ്ങനെ തുറന്നിട്ടുണ്ട്, വലിയ തുളയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഞാൻ നക്കി നോക്കിയത്, ഞാൻ വേറെ എന്തോ നക്കി നോക്കിയത്, ഞാൻ നക്കിയിട്ടില്ല. എനിക്ക് നക്കാൻ തോന്നിയായിരുന്നു, അപ്പൊ ഞാൻ നക്കുന്ന പോലെ അഭിനയിച്ചു. ഞാൻ നക്കിയിട്ടില്ല സത്യമായിട്ടും. അങ്ങനെ ഞാൻ ആ കപ്പിലേക്ക് ആ പേസ്റ്റ് മൊത്തം എടുക്കുന്നില്ല, കുറച്ച് എടുക്കുന്നുണ്ട്. ഇത് നോക്കി കഴിച്ച് വെള്ള പേസ്റ്റ് നല്ലപോലെ കുഴച്ച് സിമെന്റ് ഒക്കെ കുഴക്കുന്ന പോലെ കുഴച്ചിട്ട് വേണം തലയിൽ പെയിന്റ് അടിക്കാൻ. ഇതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് വീഡിയോ ഒരു 2 മണിക്കൂർ ആവുന്ന എനിക്ക് തോന്നുന്നുണ്ട്. ഐ ഡോണ്ട് നോ. അങ്ങനെ ഞാനത് മൊത്തം ആ കപ്പിൽ എടുത്തിട്ടുണ്ട്. നിങ്ങൾ ആ കപ്പ് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഫുൾ എടുത്തിട്ടില്ല, അത്യാവശ്യം നല്ല ഐസ്ക്രീം പോലെ ഉണ്ട്. നക്കാൻ പൂതിയാ, എനിക്ക് ഇങ്ങനെയൊക്കെ കാണുമ്പോൾ നക്കാനൊക്കെ പൂതിയാവും. ഇമ്മാര് പൂതി, നക്കാനൊന്നും പോകുന്നില്ല. അത് അതേ പറഞ്ഞൊക്കെ ഞാൻ പിന്നെ പല കളിയും കളിക്കും ഗൈസ്. അതൊക്കെ കണ്ട് നിങ്ങൾ കളിക്കാൻ നിൽക്കരുത് ഗൈസ്. നിങ്ങൾക്ക് ഞാൻ കളിക്കുന്ന കളിയൊക്കെ കാണിച്ചു തരുന്നതെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഇതൊക്കെ എന്റെ കണ്ടിട്ട് കളിക്കാന്നുണ്ടെങ്കിൽ നിങ്ങളെ മുടിയൊക്കെ കൊയിഞ്ഞു പറ്റി ലാസ്റ്റ് എന്നോട് പറയരുത്. പിന്നെ ഞാൻ ഇതിന്റെ ഒരു രീതി കാണിച്ചത് ഇങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്. സോ ഇനി ഇങ്ങനെ ഓരോ മുടി പിടിച്ചിട്ട് അതിന്റെ മണ്ടൊക്കെ ഇങ്ങനെ പെയിന്റ് അടിക്കണം ഗൈസ്. ബിക്കോസ് ആ മുടിമേൽ എല്ലാവരും ഈ ഒരു പെയിന്റ് ആയതിനു ശേഷം നമുക്ക് ആ ചേർപ്പിട്ട് കുറച്ച് വാരേണ്ടതുണ്ട്. പിന്നെ ഇങ്ങനെ നോക്കി ഓരോ സ്ഥലത്ത് ചെയ്യുന്നുണ്ട് ഗൈസ്. പിന്നെ ഞാൻ പറഞ്ഞേക്കാം, ഇത് ചെയ്യുന്നതിന് ഒരു രീതി ഉണ്ട് ഗൈസ്. ആ രീതി ഞാൻ കറക്റ്റ് കാണിച്ചു തരാം. ആ ഒരു രീതിയിൽ അല്ലാണ്ട് സംഭവം ചെയ്യാൻ നിന്നിട്ടുണ്ടെങ്കിൽ നല്ല പോലെ മൂഞ്ചും, സത്യമായിട്ട് മൂഞ്ചും. അത് എവിടെ മൂഞ്ചും, എങ്ങനെ മൂഞ്ചും എന്നുള്ള കാര്യം ഞാൻ അത് വഴിയെ പറഞ്ഞു തരാം, എങ്ങനെയാണ് കാര്യങ്ങൾ എന്നൊക്കെ. അങ്ങനെ ഞാൻ മൊത്തം പെയിന്റ് അടിച്ച് ബാക്കിൽ ഞാൻ മൊത്തത്തിൽ തലയിലാക്കാന്ന് വിചാരിച്ചു. കാരണം എൻ്റെ സൈഡ് മുടിയൊക്കെ ഇതേപോലെ ചുരുണ്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം നേരെയാക്കി കിട്ടാനാണ് ഞാനിപ്പോൾ നോക്കുന്നത്. ഓക്കെ, ഞാൻ അത് മൊത്തം തേച്ച് കഴിഞ്ഞ് ഇനി വാരലാണ് കഴിച്ച് ഇതേപോലെ ഇങ്ങനെ വാരി സ്ട്രെയിറ്റ് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് വെക്കണം. അപ്പോൾ ഇതിലാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ വിചാരിച്ചത്. ഈ ഒരു രീതി കറക്റ്റ് ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഈ ഒരു രീതി കറക്റ്റ് ഫോളോ ചെയ്യാണ്ട് നിങ്ങൾ ആരെങ്കിലൊക്കെ റേറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ സലീം കുമാർ, ഇത് ഏത് സലീം കുമാർ, ഈ സലീം കുമാറിനെ പോലെ ആവും. ഇത് കണ്ട പാർട്ടീഷൻ എടുക്കുന്ന സമയത്ത് നമ്മൾ സൈഡിൽ നിന്ന് പാർട്ടീഷൻ എടുക്കുക, എന്നിട്ട് ഒന്ന് അപ്പുറത്തെ സൈഡും ഒന്ന് ബാക്കിലേക്കും ആയിട്ടാണ് മുടി വാരി വെക്കേണ്ടത്. എല്ലാ മുടിയും കൂടി നേരെ ഫ്രണ്ടിലേക്കല്ല, എല്ലാ മുടിയും കൂടി നേരെ ബാക്കിലേക്ക് വാരി വെക്കാൻ പാടില്ല. അങ്ങനെ വാരി വെച്ചാൽ ഉറപ്പായിട്ടും ബോറായിട്ട് കിടക്കും. പിന്നെ സെൻറ്ററിൽ നിങ്ങൾക്കൊരു ലൈന് വരാൻ ചാൻസ് ഉണ്ട്. സെൻറ്ററിൽ ലൈന് വന്നു കഴിഞ്ഞാൽ മുടി നല്ല ബോറായി കിടക്കും. ഇത് കണ്ട, ഇപ്പോൾ ഞാൻ ചെയ്ത് വെച്ച സൈഡിൽ നിന്ന് പാർട്ടീഷൻ എടുക്കുക, എന്നിട്ട് കുറേ മുടി ഇങ്ങോട്ടേക്ക് വാരി വെക്കുക, എന്നിട്ട് ഇപ്പുറമുള്ള മുടി ഇപ്പുറം വാരി വെക്കുക, എന്നിട്ട് ഇങ്ങനെ ലൈൻസ് ആക്കിയിട്ട് വെക്കണം. അപ്പം നിങ്ങൾ മുടി ഉണങ്ങിക്കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ കിടക്കും. നല്ല അടിപൊളി കൊറിയൻ ടൈപ്പിൽ. കൊറിയക്കാരൊക്കെ ഇങ്ങനെയാണ് ചെയ്യാറ്, ഞാൻ വരെ കണ്ടിട്ടാണ് ഇതൊക്കെ പഠിച്ചത്. പിന്നെ ബാക്കിലത്തെ മുടിയിൽ നമുക്ക് അത്ര ഇമ്പോർട്ടൻറ്റ് ഞാൻ കൊടുക്കുന്നില്ല, കാരണം എനിക്ക് മുമ്പിലാണ് കുറച്ചുകൂടി വേണ്ടത്. ബാക്കിൽ പിന്നെ എങ്ങനെയെങ്കിലൊക്കെ കിടന്നോട്ടെ, അത് കുഴപ്പമില്ല. അങ്ങനെ ഫുൾ ഐസ്ക്രീം തേച്ചിട്ടുണ്ട് ഞാൻ എൻ്റെ തലയിൽ. മറ്റേ ഇതിനെ പോലെ ഇല്ലേ, കൊതം കത്തിയ ശശിക്കൊക്കിനോട്ടില്ല കൈസ്, ഇതാണ് കൊതം കൊത്തിയ ശശിക്കൊക്ക്, സോറി കൊതം കത്തിയ ശശിക്കൊക്കിനോട്ടില്ല കൈസ്. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി സലീം കുമാറിനെ പോലെ ആവുമെന്ന് എനിക്കൊരു സംശയം ഉണ്ട്. പക്ഷേ ഞാൻ ഇന്നേവരെ സ്ട്രെയിറ്റ് ചെയ്തിട്ട് സലീം കുമാറിനെ പോലെ ആയിട്ടുണ്ടോ ചോദിച്ചാൽ ഫസ്റ്റ് ടൈം ഞാൻ ചെയ്തവരായിട്ടുണ്ടായിരുന്നു. കാരണം എനിക്കത് പാർട്ടീഷൻ ചെയ്ത് എങ്ങനെ വെക്കേണ്ടതെന്ന് അറിയത്തില്ലായിരുന്നു. ഞാനത് സെൻറ്ററിൽ നിന്ന് പാർട്ടീഷൻ ചെയ്ത് വെച്ചിട്ട് മൂഞ്ചിപ്പോയി, സലീം കുമാറിനെ പോലെ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കൊതം കൊത്തി ശശിക്കൊക്കിനോട്ടായിട്ടുണ്ട്. കയ്യിലൊക്കെ കുറേ സംഭവം ഉണ്ട്, അപ്പോൾ അതൊക്കെ കയ്യൊന്ന് വൃത്തിയാക്കണം. ഇനി ഇത് 1 മണിക്കൂർ വെക്കണം ഗൈസ്, 1 മണിക്കൂർ കറക്റ്റ് ഇത് ഉണങ്ങാൻ വേണ്ടി. ഉണങ്ങിയതിന് ശേഷം നമ്മൾ ഇത് മൊത്തം കഴുകിയിട്ട് അയൺ ചെയ്തതിന് ശേഷം നമ്മൾ സെക്കൻഡ് ക്രീം ഉണ്ട്, അതും തേക്കണം. 1 മണിക്കൂർ ഇനി ഒന്നും ചെയ്യാതെ വെറുതെ ഇരിക്കാനാണ് പോകുന്നത്. ഇനി 1 മണിക്കൂർ ഒന്നും ചെയ്യാണ്ട് വെറുതെ ഇരിക്കണം, ബിക്കോസ് ഇത് ഉണങ്ങാനുള്ള സമയം വേണം. പിന്നെ ഞാൻ ഇപ്പോഴേ പറഞ്ഞൊക്കെ ഒന്നും കൂടി, നിങ്ങൾ ഇത് ആരെങ്കിലും കണ്ട് ചെയ്യുന്നതാണെങ്കിൽ നിങ്ങൾ ആരും കണ്ട് ചെയ്യാൻ നിൽക്കണ്ടെന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ പീടികയിൽ പോയിട്ട് 3-4 ഉറുപ്പ്യ വെറുതെ എന്തിനാ കൊടുക്കുന്നതെന്നുള്ള രീതിക്കാണ് ഞാൻ 350 ഉറുപ്പ്യൻ്റെ ക്രീം വെച്ച് ഞാൻ തന്നെ ഒറ്റയ്ക്ക് ചെയ്യും. പിന്നെ എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ ചെയ്താൽ എനിക്ക് ലെവലാകത്തുള്ളൂ. എനിക്ക് ആ ഒരു ഫൈനൽ ഔട്ട്പുട്ട്, ആ ഒരു ലുക്ക് എനിക്ക് കിട്ടത്തുള്ളൂ. പീടികയിൽ നിന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് സലീം കുമാറാണ്. അത്ര സമയം കാത്തിക്കാൻ കഴിയാത്തതുകൊണ്ട് ഞാൻ പിന്നെ ഫ്രീ ഫയർ കളിക്കാമെന്ന് വിചാരിച്ചു. 1 മണിക്കൂർ വെറുതെ ഇരിക്കാൻ പറ്റത്തില്ലല്ലോ. സോ ഞാൻ ഫ്രീ ഫയർ കളിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഒരു 1/2 മണിക്കൂർ സമയം
സമയം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതേപോലെ ഒന്നും കൂടി വാരി വെക്കണം. വാരി വെച്ചാൽ മാത്രമേ നല്ല സ്ട്രെയിറ്റ് ആയിട്ട് പിന്നെ കിടക്കത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് ബാക്കി അരമണിക്കൂർ അങ്ങനെ തന്നെ അങ്ങ് വിട്ടേക്കണം. കുറച്ച് സമയം ഞാനിങ്ങനെ വാരുന്നുണ്ട്. എന്തിനാ വാരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മൊത്തം ഒന്ന് സ്ട്രെയിറ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ വാരുന്നത്. കുറച്ച് സമയം ഇങ്ങനെ വാരിക്കൊണ്ടിരിക്കുന്നത് നല്ലതാണ്. എന്നാൽ എൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് നല്ല പോലെ കിട്ടും. നിങ്ങൾക്ക് ലാസ്റ്റ് അത് മനസ്സിലാവും ചെയ്തിട്ട് ഇതിന് കാണാൻ കൊള്ളാവോ ഇല്ലോ എന്നുള്ളത്. അങ്ങനെ ഞാൻ മൊത്തത്തിൽ വാരി ഒരിത്തുണ്ട്. അപ്പോൾ ഒന്നും കൂടി നമ്മൾ കൊതങ്കത്തെ ശശികൊക്കിനോട്ടായിട്ടുണ്ട്. അങ്ങനെ ഗൈസ് ഞാൻ 1 മണിക്കൂറിന് ശേഷം ഞാൻ എൻ്റെ മുടിയൊക്കെ കഴുകി. ഇത് ചെയ്യുമ്പോൾ ഒരു 3-4 പ്രാവശ്യം തല കഴുകണം ഗൈസ്. ഞാൻ തല കഴുകിയിട്ടാണ് എനിക്കറിയത്തില്ല. ജലദോഷമൊക്കെ ചെറുതായിട്ട് പിടിച്ചിട്ടുണ്ട്. ഞാൻ തുമ്പാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. മൂക്കൊക്കെ വലിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എല്ലാം തന്നെ മഴയാണ് ഗൈസ്. ഇപ്പം തന്നെ കണ്ട ഗൈസ് നേരത്തെ ഉള്ളത് പോലെ അല്ലല്ലോ. തല വാശാക്കിയിട്ട് വന്നിട്ട് മുടിയൊക്കെ മൊത്തത്തിൽ സ്ട്രെയിറ്റ് ആയി കിടക്കുന്ന പോലെ കാണുന്നുണ്ട് ഗൈസ്. എനിക്ക് സ്ട്രെയിറ്റ് ആയി കിടക്കുന്നത് പോലെ തോന്നുന്നുണ്ട് ഗൈസ്. ഇനി നമുക്ക് ഈ മുടി മൊത്തത്തിൽ ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം. അതായത് വെള്ളമൊക്കെ വറ്റിച്ച് ഉണക്കി എടുക്കണം. എന്നിട്ട് വേണം അയൺ ചെയ്യാൻ. ഏകദേശം ഇതിൽ നിന്നും നല്ല ചൂടുണ്ട്. അപ്പൊ ഇതിൽ നിന്നും കുറച്ച് നല്ലപോലെ സ്ട്രെയിറ്റ് ആയി കിടക്കും. അതിനുശേഷം നമ്മൾ മൊത്തത്തിൽ മറ്റേ ആ സംഭവം വെച്ച് അയൺ ചെയ്ത് കഴിഞ്ഞാൽ ഗൈസ് നല്ല അടിപൊളിയായിട്ട് സ്ട്രെയിറ്റ് ആയി വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ബിക്കോസ് അത് ആയിട്ടില്ല. അതിന് നമുക്ക് ആദ്യം ഇത് ഉണക്കിയെടുക്കണം. ഇപ്പം തന്നെ ഗൈസ് കണ്ട നമ്മുടെ മുടിയൊക്കെ നല്ല ശശികൊക്കിന്റെ കോലത്തു നിന്ന് മാറി വരുന്നത്. അപ്പൊ ഗൈസ് നമ്മുടെ മുടി മൊത്തം ഉണക്കിയിട്ടുണ്ട്. ഇതിപ്പം കണ്ട ഗൈസ് അത്യാവശ്യം മൊത്തം സ്ട്രെയിറ്റ് ആയി കിടക്കുന്നുണ്ട് ഗൈസ്. ലൈക്ക് ആ ക്രീം മാത്രം തേച്ചിട്ടുള്ള സ്ട്രെയിറ്റ് ആണ് നിങ്ങൾ ഈ കാണുന്നത്. ബട്ട് എനിക്ക് ഇത് ഇത്ര പോരാ. എനിക്ക് കുറച്ചും കൂടി നല്ല രീതിയിൽ സ്ട്രെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ഞാൻ ഇനി അയൺ വെച്ച് ചെയ്യാൻ പോണേ. ഇതിന് മോനെ നല്ല ക്ഷമ വേണം. എന്റെ ക്ഷമയുടെ നെല്ലിപ്പലക പോകുന്ന ഒരു സംഭവമാണ് ഇത്. കാരണം ഇതിൽ ഓരോ മുടിയും പിടിച്ച് ഇങ്ങനെ വലിച്ച് ചൂടാക്കി എടുക്കണം. ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഗൈസ് എന്റെ ചെവി അങ്ങ് കൂട്ടി പിടിച്ചു ചില സമയത്ത് അറിയാണ്ട്. എന്റെ മോനെ എന്റെ ഷടി കീറുന്ന ഒരു സാഹചര്യമാണ് അത്. ചെവിയൊക്കെ അപ്പടെ അങ്ങ് പൊള്ളിപ്പോവാണ്ട്. ഇത് കുറെ സൂക്ഷിച്ച് ചെയ്യണം ആ ഒരു ഭാഗത്ത്. ബാക്കിയൊക്കെ ഒരു സിമ്പിൾ ആണ്. പക്ഷെ ഇത് നല്ല ക്ഷമ വേണം ഗൈസ്. ഞാൻ കുറച്ച് 4Xൽ വീഡിയോ ഇട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അത്രയും സമയം എനിക്ക് ഇങ്ങനെ കാണിച്ചു തരാൻ പറ്റത്തില്ല. അതുകൊണ്ട് 4X വീഡിയോയിട്ട് കാണിച്ചു തരുന്നത്. ഇങ്ങനെ ഓരോന്ന് പിടിച്ച് ഗൈസ് ഇങ്ങനെ ഓരോന്ന് വലിക്കുമ്പോൾ അത് മുടി നല്ല രീതിക്ക് സ്ട്രൈറ്റ് ആയി വരുന്നുണ്ട് ഗൈസ്. ആ ക്രീമും ആ ചൂടും കൂടി തട്ടുമ്പോൾ അത് മുടിയിൽ നല്ലപോലെ എന്തോ പറ്റിപ്പിടിച്ചിട്ട് വല്ലതും ആണോ ഇതിങ്ങനെ സ്ട്രൈറ്റ് ആയി വരുന്നത് എനിക്കറിയത്തില്ല. പക്ഷേ നല്ല വൃത്തിക്കായിട്ടുണ്ട്. ആക്കെ നമ്മൾ ഫൈനലി ഞാൻ മൊത്തം സ്ട്രൈറ്റ് ആക്കിയിട്ട് ഇത് കണ്ട ബോംബ് ഇട്ട പോലെ ആയിട്ടുണ്ട്. ഇതിപ്പോ ഏകദേശം ബംഗാളി സ്റ്റൈലാണ് ഗൈസ്. പക്ഷേ ഞാൻ ഇതെല്ലാം ഫോളോ ചെയ്യാൻ ഉദ്ദേശിച്ചത് നല്ല ബംഗാളി ഇതിലാണ് ഉള്ളത്. ഇത് ഞാൻ മറ്റേ നമ്മളെ കലിയൻകുമാറിനെ പോലെ തന്നെ ആയോന്ന് എനിക്കൊരു സംശയമുണ്ട്. പക്ഷെ കുഴപ്പമില്ല. അത്യാവശ്യം ലുക്ക് സൈഡ് വൈസ് നോക്കുമ്പോൾ നല്ല ലുക്ക് ഉണ്ട്. ഒരുമാതിരി ബോംബ് ഇട്ട പോലെയാണ് മൊത്തത്തിലുള്ളത്. പക്ഷെ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ വേറെ എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ ഗൈസ്? എനിക്ക് ഈ മുടി കാണുമ്പോൾ ഒരു കാര്യം എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. ഞാൻ അത് എന്താന്ന് പറഞ്ഞുതരാം ഗൈസ്. നിങ്ങൾ സൂക്ഷിച്ച് നോക്കും. നിങ്ങൾക്ക് സമയമുണ്ട്. നിങ്ങൾക്ക് എന്താ ഓർമ്മ വരുന്നത് എന്റെ മുടി കാണുമ്പോൾ? എന്തായാലും ഓർമ്മ വരുന്നുണ്ട് ഗൈസ്. എനിക്ക് മറ്റേ ഡെത്ത് നോട്ടിലെ മറ്റേ എല്ലില്ലേ ഞാൻ ഫോട്ടോ വെക്കാം അവനെ പോലെ തോന്നുകയാണ് ഗൈസ്. എനിക്ക് അത്രക്കും മുടി ഉള്ള പോലെ തോന്നുന്നു. ആ ഒരു സ്റ്റൈലാണ് തോന്നുന്നത്. പക്ഷെ എനിക്ക് ഇത് ഇഷ്ടമല്ല ഗൈസ്. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്യുക. ഇനി നമുക്ക് രണ്ടാമത്തെ ക്രീം തേക്കേണ്ടതിരിക്കുന്നു. അതാണ് നമ്മളെ രണ്ടാമത്തെ ക്രീം. ഞാൻ മറ്റേ ഐസ്ക്രീം പൊളിക്കുന്ന പോലെ ബായ കൊണ്ടെല്ലാം കടിച്ച് പൊളിച്ചിട്ട് അത് നല്ലപോലെ പീഞ്ഞിട്ട് അത് ഫുള്ള് ഇത് ഗൈസ് നമ്മൾ ഈ മുടി ഇപ്പോൾ ബോംബിട്ട് തെറിച്ച പോലെയല്ല കിടക്കുന്നത്. ഇത് മൊത്തം ഒതുങ്ങി കിടക്കാൻ വേണ്ടിയിട്ടാണ് ഗൈസ് ഈ രണ്ടാമത്തെ ഈ ഒരു ക്രീം ഇടുന്നത്. അപ്പോൾ രണ്ടാമത്തെ ക്രീമിന് ഏകദേശം 1 മണിക്കൂറൊന്നും നമുക്ക് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ആകെ 30 മിനിറ്റ് അതായത് അരമണിക്കൂർ മാത്രമേ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇതും ഇതേപോലെ നല്ലപോലെ എല്ലാവരുടെയും തേച്ചതിന് ശേഷം ലൈക്ക് ആ ഒരു സെയിം പാർട്ടീഷൻ ആ ഒരു സെയിം മെത്തേഡ് തന്നെ തേക്കണം. എന്നാൽ മാത്രമേ അതിന്റെ ഒരു ഇത് കിട്ടത്തുള്ളൂ. സോ ഞാൻ അതേപോലെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇതേപോലെ കുറച്ച് സമയം വാരുമ്പോൾ കണ്ട ഒരു ഗ്ലോ ഒക്കെ കിട്ടുന്നുണ്ട്. മുടി കുറച്ച് സിൽക്കി ആൻഡ് ഗ്ലോ ആയി കിട്ടണമെങ്കിൽ രണ്ടാമത്തെ ക്രീം ഇട്ടാൽ മാത്രമേ കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ മറ്റേ ബോംബ് ഇട്ട പോലെ തെറിച്ച് കിടക്കും. ഒന്നാമത്തെ ക്രീം മാത്രം ഇടുവാണെങ്കിൽ അത് ഒരുമാതിരി വിയേർഡായിട്ട് കിടക്കും ഗൈസ്. അതാണ് നിങ്ങൾക്ക് ഇഷ്ടം. അല്ലെങ്കിൽ ഇതിപ്പോൾ മൊത്തം ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഒരു കോലായിരിക്കും നിങ്ങൾക്ക് ഇഷ്ടം. നിങ്ങൾ കമന്റ് ചെയ്യുക ലാസ്റ്റ്. അങ്ങനെ ഇത് ഒരു അരമണിക്കൂർ വെക്കുന്നുണ്ട് ഗൈസ്. ഫൈനലി എല്ലാം കഴിഞ്ഞ് ഞാൻ എൻ്റെ തലയൊക്കെ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. കണ്ട ഗൈസ് നല്ല സിൽക്കി പോലെ കിടക്കുന്ന കണ്ടു. ഇപ്പൊ മൊത്തത്തിൽ മുടി സ്ട്രെയിറ്റ് ആയിട്ടുണ്ട്. ഞാൻ എൻ്റെ പണ്ടത്തെ ആ ഒരു സെയിം ഞാനത് റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്. എൻ്റെ ആ ലുക്ക് ഞാൻ എൻ്റെ ഫേസിനും വേറെ ഒന്നും ഞാൻ ഒരുപാട് കാര്യങ്ങളൊന്നും ചെയ്തില്ല. പക്ഷെ ഞാൻ എൻ്റെ മുടിക്ക് വേണ്ടി ഞാൻ പലതും ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യാറുണ്ട്. കാരണം ബിക്കോസ് ബോയ്സിന്റെ മുടിയാണ് ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവ്. അത് ലെവലായി കഴിഞ്ഞാൽ മോനെ ഒടുക്കത്തെ ലുക്കായിരിക്കും. അത് ഞാനാണെങ്കിലും ശരി നിങ്ങളാണെങ്കിലും ശരി. സോ ഗൈസ് ഡു ഇറ്റ് യുവർ ഹെയർ നോട്ട് യുവർ സ്കിന്ന്. മൈ ഇംഗ്ലീഷ് ഈസ് നോട്ട് കൂട്ട്. ഇഫ് യു ആർ അണ്ടർസ്റ്റാൻഡ് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ്. ഓക്കെ ഗൈസ് മൊത്തത്തിൽ ഇങ്ങനെയാണ് എൻ്റെ ഇപ്പോൾ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ലുക്ക് വരുന്നത് ഗൈസ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇതാണ് ഇഷ്ടം മറ്റേതാണ് ഇഷ്ടമല്ല ഏറ്റവും ഫസ്റ്റേത്താണ് ഇഷ്ടമല്ല മറ്റേ എല്ലിനെ പോലെയുള്ള ഡെത്ത് നോട്ടിലെയാണ് ഇഷ്ടം. നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടത് എന്ന് കമന്റ് ചെയ്യുക. അപ്പൊ ഇന്നത്തെ ഈ അരമണിക്കൂർ വീഡിയോ നിങ്ങൾ ഇത്രയും കണ്ടിരുന്നു എന്ന് എനിക്കറിയത്തില്ല. കണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. പുതിയ വീഡിയോ വേണമെങ്കിൽ അതും കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പിന്നെ എൻ്റെ ഇത് കണ്ടിട്ട് ആരും
ചെയ്യാൻ നിൽക്കരുത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്തോ, നിങ്ങൾ റിസ്കിൽ ചെയ്തോ, എൻ്റെ പേരൊന്നും പറയത്തില്ല. പക്ഷെ ഞാൻ പറഞ്ഞിട്ട് മുടിയൊക്കെ കത്തിപ്പോയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്തിട്ട് എന്നാൽ പിന്നെ എന്തെങ്കിലും ലാക്ക്. ഓക്കെ ബൈ, ഞാൻ പോകുന്ന അടുത്ത പ്രാവശ്യം കാണാം. ഓക്കെ ബൈ.